പോയിന്റ് ഉണ്ടാവും. അത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തങ്ങളിപ്പോൾ വന്ന് ഒരുപാട് മഹാന്മാരെ പേര് വിളിക്കും, അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഒക്കെയും കേൾക്കാനും അതുകൊണ്ടൊക്കെ അള്ളാഹു പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾ തങ്ങൾക്ക് എത്തും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. പിന്നെ കണ്ടപ്പോ എന്നെക്കാട്ടിൽ പ്രായമുള്ള എൻ്റെ അമ്മമാര്, എന്നെക്കാട്ടിൽ തടിയുള്ള എൻ്റെ പെങ്ങന്മാര്, എൻ്റെ വാപ്പമാര്, ജ്യേഷ്ഠന്മാര്, അനുജന്മാരൊക്കെ എഴുന്നേറ്റ്. അതൊരു ബഹുമാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കയ്യിന്റെ വേദന, കാലിന്റെ വേദന, കയ്യിന്റെ തരിപ്പ് എല്ലാം ശിഫയാക്കി തരട്ടെ. അല്ലേ, നമുക്കൊക്കെ വേദനകളില്ലേ? നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഇച്ചുണ്ട് കേട്ടോ, വയസ്സായില്ലേ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മരുന്ന് കുടിച്ചിട്ട് മാറാത്തൊരു രോഗം അള്ളാഹു തരാതിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നത് വരെ ഒരു മൂലയിൽ കടന്ന് നമ്മളെ കാഷ്ടവും നമ്മളെ മൂത്രവും ഒറ്റയാൾ എടുക്കേണ്ട ഒരു അവസ്ഥ റബ്ബ് തരാതിരിക്കട്ടെ. ഇരിക്കും ഇൻഷാ അല്ലാഹ്. ഇന്നലെ ഇന്നെന്താഴ്ച? വ്യാഴാഴ്ച. കൊടക്കാടുന്ന് വ്യാഴാഴ്ച തന്നെയാണ്. ഇന്നലെ ഈ നേരത്തിൽ ഞാൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള ശരീഫിലാണ്. റൗള എന്ന് പറഞ്ഞാൽ ഹബീബിന്റെ ചാരത്താണ്. ഇന്ന് കൊടക്കാടാണ്. 2 ദിവസം മുമ്പ് ഷാർജ. അങ്ങനെ ജീവിതത്തിൽ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ഇല്ല, വന്നിട്ട് ഉറങ്ങിയിട്ടില്ല. എന്നാലും നിങ്ങളെ കൂടപ്പറപ്പിങ്ങള് ഒരുപാട് വിഷമമുണ്ടല്ലോ അല്ലെ? വിഷമമുള്ളോണ്ടല്ലേ വന്ന്? അല്ലെങ്കിൽ നിങ്ങൾ വരുമോ? പറയും. വരില്ല. നിങ്ങൾക്ക് വിഷമമുണ്ടോ? തടിച്ചിട്ട് വിഷമമുണ്ടോ? വിഷമമുള്ളോണ്ടല്ലേ? അല്ലാഹു ബർക്കത്ത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒരുപാട് സങ്കടങ്ങളുമായിട്ട് ഇന്നിപ്പോ നമ്മള് 170 ടോക്കൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ എത്ര മണിക്ക് എത്തുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 1 മിനിറ്റെങ്കിലും സംസാരിക്കാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടും. സാധാരണ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇരിക്കാൻ സ്ഥലം നിങ്ങൾക്ക് അറിയില്ലല്ലേ? ഇവിടെ നിന്ന് ഒരു കസാല പോലും കിട്ടാൻ ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഇന്നത്തെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബിനെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ കേട്ടോ. കഴിഞ്ഞ സ്വലാത്ത് ഇന്നത്തെ ദിവസം അല്ലാഹു ഖൈറിന്റെ കിതാബിൽ നമ്മളെ പേര് എഴുതി വെക്കട്ടെ. ഇവിടെ നിങ്ങൾ ചായ കുടിച്ചോ? ഇല്ല. നിങ്ങൾക്ക് മലയാളീസല്ലേ? കുടിച്ചോ? ഇവിടുന്ന് കുടിച്ചോ? ഒരു കായ് കൊടുത്തോ? ഇല്ല, കായ് കൊടുക്കണ്ട. നിങ്ങൾ കുടിച്ചോ ചായ? ഇവിടുന്ന് പോകുമ്പോ കഞ്ഞി കുടിക്കണം. നിങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടെ തയ്യാറുണ്ടാവും. അള്ളാഹു ആ ഭക്ഷണത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ തടിമുള്ള എല്ലാ വൈറസുകളെയും അള്ളാഹു കരിച്ചു കളയട്ടെ. ഒരു പിടി കഞ്ഞി കുടിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? പോകാൻ പാടുള്ളൂ. അതൊരു മരുന്നാണ്. ഇവിടെ 60-70 കിലോ അരിട്ടാല് ഒരു ഗ്ലാസ് കഞ്ഞിന്റെ വെള്ളം പോലും കിട്ടൂല കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സങ്കടങ്ങൾ അല്ലാഹു തരാതിരിക്കട്ടെ. നിങ്ങളെ വിഷമങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ അല്ലാഹു തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് അല്ലാഹു സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്ന് വിചാരിച്ചാൽ. എന്റെ കൂടെ 3 ഫാത്തിഹ ഓതണം കേട്ടോ. എന്റെ കൂടെ 3 സ്വലാത്തും ചൊല്ലണം മദീനയിലേക്ക്. ഇത് 1ാമത്തെ സ്വലാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് തന്ന എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. 2ാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. 1ാമത്തെ സ്വലാത്ത് ദുനിയാവിലുള്ള നമുക്ക് തന്ന വിഷമങ്ങളെല്ലാം മാറ്റി തരാനും ഇനി ഒരു സങ്കടം പടച്ചിറപ്പ് തരാതിരിക്കാനും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. 2ാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ആ സ്വലാത്ത് ഒരുപാട് പേര് രോഗികളാണ്, മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗമുള്ള തരാതിരിക്കട്ടെ. ഈ കൂട്ടത്തിൽ ആരാദ്യം മരിക്കുമെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അല്ലാഹു ഒറ്റാക്കറബ് തരാതിരിക്കട്ടെ. എപ്പോഴും നിങ്ങൾ ദ്വാരിക്കണം. എപ്പോഴും 2 കാര്യം അല്ലാഹുവോട് ദ്വാരിക്കണം. ഒന്ന്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കണം. 2ാമത് നമ്മളെ
വലിയ മാരകമായ രോഗം അള്ളാഹു തരാതിരിക്കാൻ എപ്പോഴും നിങ്ങൾ ദ്വാരിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് മൂന്നാമതൊരു സ്വലാത്തും കൂടി നമ്മൾ ചൊല്ലും. എന്തിനാ? മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും അള്ളാഹുവിന്റെ റസൂല് പറയാണ്, എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിൽ നിന്നൊരു പൂന്തോപ്പിൽപ്പെട്ട പൂന്തോപ്പാണ്. അവിടെ ചെന്നിട്ട് നെറ്റിത്തടമെന്ന് സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. പോയവർക്ക് ഇനിയും പോകാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. ഞാന് അള്ളാഹുവോട് ദ്വാരിക്കും, പഠിച്ചോനെ ഒരു തവണയെങ്കിലും മദീന കാണാൻ എനിക്ക് ഭാഗ്യം കൊണ്ട് റബ്ബേ എന്ന് അള്ളാഹുവോട് ദ്വാരിക്കും. എന്റെ അമ്മ മരിക്കുന്നതിന്റെ 2-3 കൊല്ലം, ഒരു 5 കൊല്ലം മുമ്പ് എന്റെ അമ്മ എന്നോട്, ഞാൻ അമ്മയോട് ചോദിക്കും, എന്താ അമ്മ അങ്ങക്ക് ദുനിയാവിലെ ആഗ്രഹം ചോദിക്കും. എന്റെ ഉമ്മ പറയാറുണ്ട്, മരിക്കുന്നതിന്റെ മുമ്പൊരു തവണയെങ്കിലും ഹബീബായ മുത്തനബിന്റെ ചാരത്ത് ചൊല്ലണം. ഞാൻ പറയും, പൈസ ഇല്ലാത്ത നമ്മൾ എന്താ അമ്മ ചെയ്യാ? അങ്ങനെ അള്ളാഹുവിനോട് ക്ഷമിച്ച് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലും. ആ സമയത്ത് അള്ളാഹ് കുറച്ച് പൈസ എനിക്ക് തന്നു. വേഗം ഞാൻ ഉമ്മാനെയും മൂത്തമ്മാനെയും കൊണ്ടുവരും. 2 കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ അമ്മയുടെ വീണ്ടും ചോദിച്ചു, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഉമ്മ പറയാണ്, ഉമ്മാന്റെ മകന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു തവണയും കൂടി എനിക്ക് പോകണം, ഒരു തവണയും കൂടി ഉമ്മ എനിക്ക് പോകണം. വീണ്ടും ഞാൻ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലും. ഞാൻ റബ്ബിനോട് ദ്വാരിക്കും, എന്റെ ഉമ്മാന്റെ ആഗ്രഹം ഒന്ന് പൂർത്തിയാക്കി കൊടുക്കാൻ ഒരു വഴി കാണിച്ചുകൊണ്ടാ. കാരണം അമ്മാരെ നോക്കാതെ പറഞ്ഞൊരു സംഭവം. എന്റെ വിജയം എന്റെ അമ്മയാണ്. എന്റെ അമ്മ എവിടെ പോയാലും പറയും, സോന എന്റെ കുട്ടിക്ക് ബർക്കത്ത്. ഞാൻ 13-ാമത്തെ വയസ്സിൽ വയല് പറയാൻ പോകും പള്ളിക്കന്. എന്നിട്ട് അവിടുന്ന് വയല് പറഞ്ഞിട്ട് കിട്ടുന്ന പൈസ ഉമ്മാൻ്റെ കൊണ്ടേ കൊടുക്കും. ആ ഉമ്മാനെ നോക്കിയേ കൂലിയാണ് ഇപ്പൊ എനിക്ക് റബ്ബ് ഈ തരുന്നത്, അറിയാം. അതിന്റെ ഉമ്മയെ ഇന്നും എന്റെ ഉമ്മാക്ക് എല്ലാ മാസവും ഞാൻ ഭക്ഷണം ഉമ്മക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കും. എല്ലാ മാസം ഒരു 5000 ഉറുപ്പിന്റെയും കൈമണിയായിട്ട് കൊടുക്കും. കാരണം ഉമ്മയല്ലേ, എന്തെങ്കിലും ആവശ്യങ്ങൾ ഉമ്മാക്ക് ഉണ്ടാവില്ല. ഇപ്പൊ ഉമ്മ മരണപ്പെട്ടു. ഇന്നും എന്റെ ഉമ്മാന്റെ ഖബറിന്റെ അവിടെ ഉസ്താദന്മാരെന്തുണ്ട്, എല്ലാ ദിവസവും ഓതുന്നുണ്ട്. ആ 5000 എപ്പോഴും ഞാൻ എന്തുണ്ട് എന്റെ ഉമ്മാക്ക് ഞാൻ കൊടുക്കുന്നു. എല്ലാ മാസം അത് ഉസ്താദ് ഓതുന്നതിന് വരും, കൊടുക്കും. അള്ളാഹു നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ കൽബും സമ്പത്തും അള്ളാഹു തരട്ടെ. കൽബുണ്ടായിട്ട് പോരല്ലോ അല്ലെ, സമ്പത്തും വേണ്ടേ അല്ലേ? വേണ്ടേ? അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ അങ്ങനെ ആക്കട്ടെ. നമ്മളെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് എന്റെ അമ്മാക്കും എന്റെ വാപ്പാക്കൊക്കെ പുറത്തു കൊടുക്കേ എന്ന് പറയാനുള്ള കൽബ് നമ്മളെ അമ്മാക്കല്ല, നമ്മളെ മക്കൾക്കല്ല കൊടുക്കട്ടെ. ഒരു ദിവസം ഒരു വാപ്പനോട് വന്നിട്ട് പറയാം, എന്റെ ഭാര്യ മരിച്ചു, എന്റെ ഭാര്യ മരിച്ചു. എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്റെ കുട്ടിക്ക് 6 വയസ്സുണ്ടാകുമ്പോൾ എന്റെ ഭാര്യ മരിച്ചു. ഒരു ദിവസം ഞാൻ പള്ളിക്കൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ, ഇപ്പൊ 12-13 വയസ്സായി എനിക്ക്. ഒരു ദിവസം ഞാൻ ജുമാ നിസ്കരിച്ചു. ഞാൻ ഗൾഫിലാണ്. ഞാൻ ഗൾഫിൽ നിന്ന് വന്നു. ഒരു ദിവസം ഞാനെന്റെ കുട്ടി നിസ്കരിച്ചു. ഞാൻ എന്റെ പെണ്ണുങ്ങളെ ഖബറിന്റെ അടുത്തൊക്കെ പോകാൻ നിന്നപ്പോ എന്റെ കുട്ടി കൂട്ടുകാരന്മാര് വിളിക്കുന്നത് വേഗം പോയി. അതെനിക്ക് വിഷമാലിയാണ്. അള്ളാഹു അങ്ങനത്തെ കൽബ് മക്കൾക്ക് കൊടുക്കാതെക്കട്ടെ. ഖബറാളികൾ വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ കാത്തിരിക്കുത്തരെ എന്റെ മക്കള് വരും അല്ലേ, എന്റെ മക്കള് വരും. കുറച്ചോനെ അള്ളാഹുവേ എന്നുള്ള മക്കൾക്ക് നല്ല കൽബ് കൊടുക്കണേ. ഇൻഷാ അല്ലാഹ് എല്ലാവരും 3 ഫാത്തിഹ ഓതുക. ആ ഫാത്തിഹന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സങ്കടങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ. 3 സ്വലാത്തും കൂടി നമുക്ക് ചെയ്യും. മൈക്ക് റെഡിയാണല്ലോ ഉസ്താദേ, മൈക്ക് റെഡിയാണല്ലേ? മൈക്ക് ഓപ്പറേറ്റർ മൂല്യന്മാരാണ്. പണിയില്ലാത്ത സമയത്ത് അതിനൊക്കെ പോകും. ഇപ്പൊ പിന്നെ പോക്കില്ലല്ലോ അല്ലെ, ഒഴിവുള്ളപ്പോഴും പോകും. പൈസ ഉണ്ടാക്കുന്നതാണ്. അള്ളാഹു കൊടുക്കട്ടെ. പിന്നെ കൂടെ 3 ഫാത്തിഹ ഓതണം. ഇലാ ഹദ്റത്ത് നബിയിനാ വഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. غير المغضوب عليهم ولا الضالين آمين. وإلى حضرة يمدة القرار، وإلى حضرة سعد بن معاذ، وإلى حضرة خالد بن وليد، وإلى حضرة هذا الكرني،
وإلى حضرة فاطمة الزهراء وخديجة الكبرى وعائشة الطهرى وأمهات المؤمنين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن